ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുഞ്ഞു മോട്ടിവേഷൻ ആണ് കേട്ടോ. അപ്പൊ ഇതിനകത്ത് കാണിക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ എന്റെ വീട്ടമ്മമാരുടെ ഈ ഒരു കുഞ്ഞു മോട്ടിവേഷൻ ഉള്ള വീഡിയോ കാണാൻ ഓടി വരൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാത്രം മറക്കണ്ട. നമ്മൾ വീട്ടമ്മമാര് കണ്ണ് തുറക്കുമ്പോൾ അതേപോലെ തന്നെ കിടക്കാൻ പോകുന്ന മുന്നേ തന്നെ അല്ലെങ്കിൽ കിടന്നു കഴിഞ്ഞാലും നമുക്ക് ഒരേ ഒരു ചിന്തയുള്ളൂ, രാവിലെ എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, വൈകുന്നേരം എന്ത് ചെയ്യണം, ഈ പണി എങ്ങനെ കംപ്ലീറ്റ് ആക്കും, ആ പണി എങ്ങനെ കംപ്ലീറ്റ് ആക്കും, ഇത് കഴുകണം, ഉണക്കണം, മടക്കണം, ഇത് തന്നെയാണ്. പക്ഷെ ദൂരെ നിന്ന് ഒരാൾക്ക് കാണുമ്പോ എങ്ങനെയാ തോന്നാ, ഓ ഇവരുടെ പണി വളരെ സിമ്പിൾ ആണല്ലോ, എന്തുണ്ട്, രണ്ട് ചോറുണ്ടാക്കിയാൽ മതി, കറി ഉണ്ടാക്കിയാൽ മതി, പാത്രം കഴുകി വെക്കുക, തുണി മടക്കി വെക്കുക, പറയാൻ എളുപ്പമാണ്. അപ്പൊ നമുക്ക് ടിപ്സ് തരാന് ഒത്തിരി പേര് നമ്മുടെ ചുറ്റും കാണും കേട്ടോ. പക്ഷെ അവര് പുറകെ നിന്ന് പറയും അല്ലെങ്കിൽ മുന്നിൽ നിന്ന് പറയും, അങ്ങനെ ചെയ്താൽ മതി, കുട്ടീനെ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ പഠിപ്പിച്ചാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്ന്. പക്ഷെ ഇതേ കാര്യം അവര് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ചെയ്തു തരാറുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യാനും പറ്റില്ല. എല്ലാവർക്കും പറയാൻ 100 നാക്കാണ്, പക്ഷെ വന്ന് നിൽക്കുമ്പോ അതൊന്നും അവർക്കും സംഭവിക്കാറില്ല, അവർക്കത് ചെയ്തു തരാൻ പറ്റാറുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിയേ മതിയാവും. വേറൊരാളുടെ മുകളിൽ ഡിപ്പെൻഡ് ആവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. കാരണം നമ്മൾ ഒരാൾക്ക് എത്ര നല്ലത് ചെയ്തു കഴിഞ്ഞാലും നാളെ നമുക്ക് തന്നെയാണ് ചീത്തപ്പേര് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുട്ടീനെ നമ്മുടെ രീതിയിൽ നമ്മൾ വളർത്തുവാണെങ്കിലും നാളെ അവർ പറയും, ഈ കുട്ടീനെ നിങ്ങൾ ശരിക്കും വളർത്തിയില്ല, ഇങ്ങനെയല്ല വളർത്തണ്ടേന്ന്. അതേപോലെ തന്നെ അവര് നമ്മുടെ കൂടെ വന്ന് നിന്ന് വളർത്തുവാണെങ്കിൽ നാളെ കുട്ടി വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാലും എന്താ പറയുന്നത്, ആ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയല്ല, അങ്ങനെയാണ് വളർത്തണ്ടേ, ഇങ്ങനെയാണ് വളർത്തണ്ടേന്ന്. സത്യം പറഞ്ഞ ഇങ്ങനെ കുറെ വീട്ടുകളിൽ സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. വേറൊരാളുടെ മുന്നിൽ കൊണ്ടുപോയി ആ കുട്ടീനെ വഴക്ക് പറയാം, അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ആ കുഞ്ഞ് ചെയ്യുന്ന എന്ത് തെറ്റുണ്ടെങ്കിലും ആ കുഞ്ഞിനെ റൂമിൽ കൊണ്ട് വന്നിട്ട് പതുക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എന്റെ സ്വന്തം അഭിപ്രായമാണ് കേട്ടോ. പിന്നെ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഓരോരോ അമ്മയും അച്ഛനും അറിയാം അവരുടെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾ. കാരണം അവര് കുഞ്ഞിലേ തൊട്ട് ആ കുട്ടീനെ വളർത്തനെയാണ്. അതുകൊണ്ട് അവർക്കറിയാം എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തണം, ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം, എല്ലാ കാര്യം. പക്ഷെ ഞാൻ പറയുന്നത്, ഇപ്പൊ നമ്മളിൽ കൂടുതൽ എൽഡേഴ്സ്, ഇപ്പൊ നമ്മുടെ അമ്മ അച്ഛന്മാര് ഒക്കെ ഉണ്ടെങ്കിൽ അവര് നമുക്ക് തരുന്ന നല്ല ഉപദേശങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് അതിനെ നമുക്ക് ഒരു കുഞ്ഞിനെ ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാന് എങ്ങനെ എടുക്കണം എന്ന് അതിന് പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കാം. പിന്നെ ചില അമ്മമാര് ചില പാരന്റ്സ് നെഗറ്റീവ് കാര്യങ്ങളും പറയാറുണ്ട്, അതിനെ അത്ര മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷെ നല്ല കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എടുത്തിട്ട് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാനും നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം കുറെ പാരന്റ്സ് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അതേപോലെ തന്നെ ആ പോസിറ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ട് പോസിറ്റീവായിട്ട് നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ വീട്ടമ്മമാർ ചെയ്യുന്ന ഈ പണികൾക്ക് ആരും വാല്യൂ തരാറില്ല. ഒത്തിരി വളരെ റെയർ ആയ ആൾക്കാർ മാത്രമാണ് വാല്യൂ തരുന്നത്. അവര് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അവർ വിചാരിക്കും, ഓക്കെ ഇവരുടെ ലൈഫ് എന്ത് നല്ലതാണ്. പിന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, റിയൽ ലൈഫും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സൊസൈറ്റിയിൽ ഒത്തിരി വീട്ടമ്മമാർ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നല്ല പഠിത്തമുള്ള വീട്ടമ്മമാരാണ്. ഇപ്പൊ എന്റെ പോലെ തന്നെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാൻ ബി.ഫാർമസി ആണ് പഠിച്ചത്, നല്ല പഠിത്തമുള്ള വീട്ടമ്മമാരാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില സാഹചര്യത്തില് വിട്ടു നിൽക്കേണ്ട, നമ്മുടെ ജോലി കാര്യം വിട്ടു നിന്നിട്ട് നമ്മുടെ വീട്ടുകാര്യം ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ആ ഒരു സാഹചര്യം കാരണം നമ്മൾ ജോലിക്ക് പോകാൻ പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ്. അതിന്റെ അർത്ഥം നമുക്ക് ഒരു വാല്യൂ ഇല്ല എന്നല്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ യൂട്യൂബിൽ നമ്മൾ വന്നത് ആ ഒരു വാല്യൂ നമുക്ക് കിട്ടാൻ വേണ്ടി തന്നെയാണ്. വീട്ടമ്മമാര് പറഞ്ഞ ഒരു ഒരു ജോലി ഇല്ലാത്ത ഒരാള് എന്ന രീതി നോക്കല്ലേ. എപ്പോഴും ഒരു ഹൗസ് വൈഫ് ആണെന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഒരു പുച്ഛാണ്. അങ്ങനെയല്ല, ഇതൊരു 9 to 5 ജോബ് പോലെ അല്ല. വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 hours ജോബാണ്. കുഞ്ഞിന് വയ്യാതായി കഴിഞ്ഞാലും, കുഞ്ഞിന് മാത്രമല്ല വീട്ടിൽ ആർക്ക് വയ്യാണ്ടായാലും രാത്രി വീട്ടമ്മമാർക്ക് മാത്രം ഉറക്കം വരാറില്ല. ചിലപ്പോ എന്റെ ഒരു ആവശ്യം വന്നാലോ ആ ഒരു ചിന്തയില് പാപം അവർ ഉറങ്ങാറുമില്ല. പക്ഷെ ഒത്തിരി വീട്ടമ്മമാര് ഇത് വീട്ടിലുള്ള എല്ലാവരോടും പറയാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തലവേദന ആണെങ്കിലും കാലുവേദന ആണെങ്കിലും എന്തെങ്കിലും പണി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ആർക്കും ഇൻഫോം ചെയ്യാറില്ല, എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് പറ്റാറില്ല കേട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ കാര്യം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുന്നതായിരിക്കും നല്ലത് എന്ന് ഇപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വയ്യാണ്ടാവുമ്പോൾ നമ്മളെ നോക്കാൻ ആരും കാണില്ല, നമ്മുടെ ചുറ്റും ആരും കാണില്ല, നമ്മൾ തന്നെ എണീറ്റ് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കേണ്ടി വരും.
അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവായിട്ട് കാണാതെ നമ്മളൊന്ന് പോസിറ്റീവായിട്ട് കാണാൻ നോക്കുക. അതുകൊണ്ട് ഫസ്റ്റ് പ്രിയോറിറ്റി നമ്മുടെ ഹെൽത്തിന് തന്നെ കൊടുക്കണം. നമ്മുടെ ഹെൽത്ത് നന്നായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫാമിലി നോക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ഈ ഒരു കുഞ്ഞു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയും നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇച്ചിരി ബ്രേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, പല സാഹചര്യം കാരണം എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. പക്ഷെ ഇനിയും നമുക്ക് റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പൊ നമുക്ക് വീട്ടമ്മമാര് എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കുക, വീടൊക്കെ നല്ല രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റട്ടെ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ, നമ്മൾ നല്ല പോസിറ്റീവ് ആയിട്ട് ഇനിയും നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.